നമ്മൾ ചെയ്തില്ല. നമ്മളിത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ട ആളുകളോട് നമ്മൾ പുറത്തും പറഞ്ഞില്ല, അകത്തും പിണക്കത്തിൽ നമ്മൾ പോയി. അതുകൊണ്ട് 10 വർഷമായി നമ്മൾ താഴെ, ദേശീയ തലത്തിലും 9 വർഷമായി താഴെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 30 ദിവസം വരുന്ന 1 വർഷത്തിനകം നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി നീക്കി വെക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് 10, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ 10, അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് 10. വേറൊന്നിനുമല്ല, വേറെങ്ങും പോയി സമരം ചെയ്യാൻ സമയം നീക്കി വെക്കുന്നതിനപ്പുറം വീട് കയറുക, അവരുമായിട്ട് സ്നേഹം പങ്കുവെക്കുക, അവരോട് സംസാരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരോടൊപ്പം ഉണ്ട് എന്ന ഫീല് കൊടുക്കുക. അതിന് വാർഡ് പ്രസിഡന്റിനൊപ്പം 5 പേര് ഇറങ്ങിയാൽ 8 പേര് കൂടാനുണ്ടാവും. ആ നിലയിൽ മുന്നോട്ട് പോയാൽ ഉറപ്പാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ സൈന്യാധിപന്മാർ ശക്തന്മാരാണെന്നുള്ള ഗുണമെന്താ? ഒരാളെ അടിക്കാൻ പോകുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾ ശക്തനാണെങ്കിൽ പുറകെ നിൽക്കുന്നവർക്ക് പ്രാണി ഉണ്ടാവുമോ ഇല്ലയോ? അവർ ഭയം നോടുവോ? ഇല്ലല്ലോ. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഭയം നോടാത്ത ഒരു രാഷ്ട്രീയ നേതാവ് മുന്നിൽ നിൽക്കാണ്. പിന്നെ കണ്ണൂരിന്റെ നിങ്ങളുടെ മണിമുത്തായ സണ്ണി ജോസഫ് ഭയം നോടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഈ 2 പേര് അവിടെ ഇവിടെ നിൽക്കാണ്. കെ സുധാകരൻ നിൽക്കാണ്, സതീശൻ നിൽക്കാണ്, KC വേണുഗോപാൽ ഈ കണ്ണൂരിന്റെ പുറത്ത് നിൽക്കാണ്, രമേശ് ചെന്നിത്തല നിൽക്കാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാണ്. നമ്മുടെ വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം പിന്തിരിഞ്ഞോടാത്ത ദേശസ്നേഹികളായ ഒരു സംഘം നേതാക്കന്മാരുടെ ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല. നമ്മൾ ശരിയുടെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ വീണ്ടും വരും, ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഇടങ്ങളിൽ സംസാരിക്കാൻ, അപ്പോൾ മറ്റു കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അല്പം സമയമെടുത്ത് അഹങ്കാരമായി കരുതരുത്. ശ്രമിച്ചാലോട് പ്രസിഡന്റുണ്ട്. നമ്മൾ 19 മന്ത്രിമാരെ എടുക്കുമ്പോൾ അതിനൊരു മന്ത്രിയായി 1 2 ആകുന്നതും ഇവിടെ കാലം തെളിയിക്കട്ടെ, സമയത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. എന്നെ ക്ഷണിച്ചതിന്, എന്നെ കേട്ടതിന്, എന്നെ സഹിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഇവിടെ നല്ല ഒരു ക്ലാസ് നടത്തിയ നമ്മുടെ അനിൽ ബോസിന് എല്ലാവരുടെയും താങ്ക്സ്. ഒപ്പം മൂത്തുബോസിന്റെ ഒരു സ്റ്റാർ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MLA ഞാൻ പരിചയപ്പെടുത്തേണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞ MLA KPC പ്രസിഡന്റ് ആകുമ്പോൾ പേടിയായിരുന്നു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആവണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2-3 തവണ പറഞ്ഞു KPC പ്രസിഡന്റ് ആവണ്ട, നമുക്ക് വേണ്ട ആയിരുന്നേന്ന് ലാസ്റ്റ് പറഞ്ഞു. അതിന്റെ കാരണം നമുക്ക് എപ്പം വിളിച്ചാലും നമ്മുടെ കൂടെ വരുന്ന ആളെ നമുക്ക് ഇല്ലാതായി പോകുന്നുള്ള പേടിയായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു, എന്ത് പ്രസിഡന്റ് ആയാലും നമുക്ക് പേരാവൂരുകാർക്ക് ഇവിടെ ഉണ്ടാവണം. ലാസ്റ്റ് നമ്മുടെ MLA ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. KPC പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, പേരാവൂർ വിട്ടൊരു കളിയില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കി സമയം മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അഹങ്കാരമാണ്, ചില പുറത്തുള്ള ജില്ലകളിലുള്ള ആളുകളൊക്കെ നമ്മളെ വിളിച്ചിട്ട് KPC പ്രസിഡന്റിന്റെ ആളാന്ന് പറഞ്ഞ് നമ്മളോട് അതെല്ലാം നമുക്ക് നേരിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായതിനു ശേഷം നമ്മുടെ ഇവിടെ, അല്ലാതെ നമ്മുടെ സ്വന്തമാണ്, പക്ഷെ അധ്യക്ഷനായതിനു ശേഷം ഇവിടെ എത്തിയ MLA എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട KPCCയുടെ അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട DCC ജനറൽ സെക്രട്ടറി ബിജു മാസ്റ്റർ, ഇവിടെ നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട അനിൽ ബോസ്, മറ്റ് മണ്ഡലം പ്രസിഡന്റ് ഷഫീർ, ഹരിദാസൻ, ഒപ്പു, സുരേഷ്, ടോണി, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, ഞാനിപ്പോ കൊട്ടിയൂരിലെ ചുങ്കക്കുന്നിൽ ഇതുപോലൊരു മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടാണ് വരുന്നത്. ഇനി പേരാവൂരിൽ തന്നെ ജുബിലി ചാക്കോയുടെ വാർഡിൽ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇരിട്ടിയില് പഞ്ചായത്ത് ഇലക്ഷന്റെ ഒരു ട്രെയിനിങ് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ബഹുമാനായ ശ്രീ K സുധാകരൻ MP ഉൾപ്പെടെ പങ്കെടുക്കുന്ന പയ്യാവൂരിലെ പുതിയ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടന പരിപാടിയുണ്ട്. അതിനിടയിൽ വേറെ കല്യാണവും മരണവും ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം സ്ഥലങ്ങളിൽ പോകേണ്ടതായിരിക്കും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നില്ല. ഇവിടെ അനിൽ ബോസ് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം കേട്ടപ്പോൾ തന്നെ ചോദ്യവും ഉത്തരവും എല്ലാം അങ്ങനെയുള്ള രാഷ്ട്രീയ
വിനിമയമായിരുന്നു, നമുക്ക് ആവശ്യമായ ഒരു ബോധവൽക്കരണമായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഞാനൊരു വർഷം മുൻപ് ഇവിടെ വന്നല്ലേ, ഇതേ സ്ഥലത്ത് നമ്മുടെ വാർഡ് കമ്മിറ്റി 6 മാസമേ ഉള്ളൂ. വാർഡ് കമ്മിറ്റി രൂപീകരണം ഏതാണ്ട് ഇത്രയും ഇല്ലെങ്കിലും ഇതിനടുത്ത ആളുകൾ പങ്കെടുത്ത നല്ല മീറ്റിംഗ് തന്നെയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കാണുന്നത് അനുഭവത്തോട് അറിയിക്കുകയാണ്, പേരാവൂരിൽ എവിടെ ചെല്ലുമ്പോഴും കൂടിയൊരു ആവേശം കാണുന്നുണ്ട്. ഇല്ലേ അരിയുടെ വാർഡിൽ ചെന്നപ്പം അരിയുടെ ഉണ്ടോ, അരിയുടെ ബൂത്തിൽ വന്നപ്പോ 324 ഒപ്പിട്ട്, ഞാൻ ഒപ്പിട്ട്, ഞാൻ 324 ഒപ്പിട്ട്. അപ്പൊ അതിനുശേഷം ആളുകൾ വന്നു അതിനകത്ത് എവിടെ ചെന്നാലും. അപ്പൊ വൈദ്യമാഷ് ആദ്യം ഒരു സംശയം പറഞ്ഞു, MLA KPC പ്രസിഡന്റ് ആവുമ്പോൾ നമുക്ക് MLA സേവനം കിട്ടുമോ എന്നൊരു സംശയം പറഞ്ഞു. പക്ഷെ അദ്ദേഹം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ അതിന്റെ ആവേശമുണ്ട്, അതുകൊണ്ട് ഈ തീരുമാനം തെറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിൽ ഇപ്പൊ പാലക്കാടും ആലപ്പുഴയും കാസർഗോഡ് ഒഴിച്ച് ബാക്കി 11 ജില്ലകളിൽ പോയി. 11 ജില്ലകളിലും ഈ ഗംഭീര സ്വീകരണം എന്നുള്ളതല്ല, പ്രവർത്തകരുടേതായ വലിയൊരു മനസ്സും ഒരു ആത്മവിശ്വാസവും ഉണ്ടാക്കിയെടുക്കാൻ കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നല്ല ഒരു ടീം വന്നു എന്ന് എല്ലാവരും പറയും. ഞങ്ങൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് എനിക്ക് 2 ദിവസം മുൻപ് മുടിക്കലിൽ എനിക്കൊരു സാമാന്യ മോശമില്ലാത്തൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അവിടെ ഷാഫി പറമ്പിൽ MP സംസാരിച്ച് പറഞ്ഞു, ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും KC വേണുഗോപാലും കേരളത്തിലെ നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ അവസാനം ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണ് മേശയ്ക്ക് ചുറ്റും. അവസാനം എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ആദ്യം എന്നെ ഖാർഗെജി എന്നോട് ആദ്യം പ്രസംഗിക്കാൻ ഇങ്ങനെ തുടങ്ങാൻ പറഞ്ഞെങ്കിലും രാഹുൽജി പറഞ്ഞു പ്രസിഡന്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ ലാസ്റ്റ് പ്രസംഗിക്കാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഈ ഇംഗ്ലീഷിലാ പറഞ്ഞത്, ഈ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ള, ഈ ടീമിന് ലഭിച്ചിട്ടുള്ള വലിയ അംഗീകാരം മാധ്യമങ്ങളും പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും ഇതര രാഷ്ട്രീയ പാർട്ടികളും UDF കക്ഷികളെല്ലാം നല്ലൊരു സ്വീകാര്യത തന്നിട്ടുള്ളത് എന്നെ കൊണ്ടല്ല, നോട്ട് ബിക്കോസ് ഓഫ് മീ അലോൺ ബട്ട് ബിക്കോസ് ഓഫ് ദ ടീം. ഇതെന്നെ കൊണ്ടല്ല, ഈ ടീമിന്റെ ഈ കൂട്ടായ്മയുടെ കരുത്താണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞത്. ഷാഫി പറമ്പിൽ പുളിക്കലിൽ പ്രസംഗിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. നല്ലൊരു ടീം കേരളത്തിലെ കോൺഗ്രസിന് ഊർജ്ജസ്വലമായിട്ടുള്ള രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഞാൻ അതിന്റെ കൂടെയുണ്ട്, അതിന്റെ മുൻപിലുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ചുമതല എന്നെ ഏൽപ്പിക്കാൻ ഇടയാക്കിയത് എന്നെ ഒന്ന് പേരാവൂരിലെ കോൺഗ്രസുകാര് 3 വട്ടം തുടർച്ചയായിട്ട് ജയിപ്പിച്ചു കൊടുത്തു. ഒരു ഇലക്ഷനിൽ ഞാൻ തോറ്റിരുന്നെങ്കിൽ 2011 ഷൈല ടീച്ചറുമായിട്ടുള്ള മത്സരത്തിൽ എന്നോടത് സുധാകരൻ പറഞ്ഞത്, വക്കീലെ അവിടെ പോണ്ട, പേരാവൂരിൽ പോണ്ട, ടീച്ചർ അത്ര ജനപിന്തുണയിൽ നിൽക്കുകയാണ്, ടീച്ചറെ രാജ്യ കണക്കാണ്, ആളത്തുനിന്ന് ഉമ്മമാരൊക്കെ കൊണ്ടുനടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി തോക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 11 കഴിഞ്ഞു, 11 നമ്മുടെ ഗവൺമെന്റ് വന്നു, കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. 16 LDF-ന്റെ തരംഗം വന്നു, 21 LDF-ന്റെ തരംഗം വന്ന് 91 സീറ്റിൽ അവർ ജയിച്ചപ്പോൾ നമുക്ക് പേരാവൂര് നിലനിർത്താൻ സാധിച്ചു. അവിടെയാണ് ആ ഒരു ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് എന്റെ പേര് പരിഗണിക്കാനും അത് നിശ്ചയിക്കാനും എത്തിയിരുന്നത്. പിന്നെ മലയോര പ്രദേശങ്ങളിൽ കാർഷിക മേഖലയിൽ നടത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റമാണ് ഞാനവിടെ ഓർമ്മിക്കുകയാണ്. ഭാരത് നമ്പ്യാരെയും കുട്ടിച്ചേട്ടനെയും ജോർജ് വക്കീലും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് ഞാൻ മരിച്ചുപോയ ആളുകളുടെ പേരുകളാണ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നമ്മളുടെ മുന്നൂട്ടിച്ചേട്ടൻ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ പോലും ഇതിന്റെ അതിർത്തി പ്രദേശത്താണ്. എത്രയോ പ്രായമുള്ള മുന്നൂട്ടിച്ചേട്ടനെ ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെയുള്ള മുൻകാല തലമുറയും ഇന്നത്തെ തലമുറയും രാഷ്ട്രീയത്തിൽ സ്വീകരിച്ച ഒരു രാജ്യ സ്നേഹം, അതാണ് രാജ്യത്തെ സംബന്ധിച്ച്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ സംബന്ധിച്ചാണ്, രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഈ രാജ്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്, സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ്, ജനാധിപത്യം നൽകിയത് കോൺഗ്രസ് ആണ്, മതേതരത്വം നൽകിയത് കോൺഗ്രസ് ആണ്, വികസനം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ നേടിത്തന്നത് കോൺഗ്രസ് ആണ്. ആ സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ഗാന്ധിജിയും നെഹ്റുവും ജയിലിൽ കടന്നു. മതേതരത്വം സംരക്ഷിക്കാൻ ഗാന്ധിജിയും ഇന്ദിരാഗാന്ധിയും ജീവൻ ബലി കൊടുത്തു. ലോകത്തിന്റെ സമാധാനം, അതിനുവേണ്ടി രാജീവ് ഗാന്ധിയുടെയും വിലപ്പെട്ട ജീവൻ നമുക്ക് നഷ്ടമായി. പ്രധാനമന്ത്രി സ്ഥാനം കയ്യിൽ വന്നിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്ത്
നമ്മൾ മത്സരിക്കുന്നു രാഷ്ട്രീയത്തിലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം തനിക്ക് നിശ്ചയിച്ച് കിട്ടിയ പ്രധാനമന്ത്രി സ്ഥാനം വേണ്ട എന്ന് ശക്തമായി പറഞ്ഞ നേതാവാണ് സോണിയാഗാന്ധി, കോൺഗ്രസിന്റെ നേതാവ്. അതിൽ ഒരു ത്യാഗമുണ്ടോ? സോണിയാഗാന്ധി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സുകുമാർ അഴീക്കോട്, കോൺഗ്രസിനെ ഇടക്കാലത്ത് വിമർശിച്ചിരുന്ന സുകുമാർ അഴീക്കോട് പറഞ്ഞത് സോണിയാഗാന്ധിയുടെ സ്ഥാനത്യാഗം ശ്രീരാമന്റെ സ്ഥാനത്യാഗത്തിന് തുല്യമാണ്. രാജകീയ കൊട്ടാര സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് 14 വർഷം വനവാസം തെരഞ്ഞെടുത്ത ശ്രീരാമന്റെ സ്ഥാനത്യാഗത്തിന് തുല്യമാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ സ്ഥാനത്യാഗം. അന്ന് പെരുമ്പടവ് ശ്രീധരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഇന്നത്തെ മുതിർന്ന സാംസ്കാരിക സാഹിത്യ നായകൻ, എഴുത്തുകാരൻ പെരുമ്പടവ് ശ്രീധരൻ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ സ്ഥാനത്യാഗം ശ്രീബുദ്ധന്റെ സ്ഥാനത്യാഗത്തിന് തുല്യമാണ്. അതും നമുക്കറിയാം. ശ്രീബുദ്ധൻ രാജകുമാരൻ ആ കൊട്ടാര സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴി സ്വീകരിച്ച ആ ശ്രീബുദ്ധന്റെ സ്ഥാനത്യാഗത്തിന്റെ തുല്യമാണ് സോണിയാഗാന്ധിയുടെ സ്ഥാനത്യാഗം. ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ നേതാക്കന്മാരും അത്തരത്തിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം പദയാത്ര മുഴുവൻ നടന്നില്ലേ? അനിൽ ബോസ് ആ പദയാത്ര മുഴുവൻ, പദയാത്ര തുടങ്ങിയപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് പദയാത്ര തുടങ്ങിയപ്പോൾ അത് എത്ര കിലോമീറ്ററാണ്? 4000-ലേറെ കിലോമീറ്റർ കാൽനടയായിട്ട് ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി രാഹുൽ ഗാന്ധിക്ക് അല്ലാതെ ആർക്ക് ഇന്ത്യ രാജ്യത്ത് അത് വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ്. നെഹ്റു കുടുംബത്തിന്റെ ആ രക്തം അദ്ദേഹത്തിന്റെ സ്ഥിരങ്ങളിൽ ഒഴുകുന്നത് കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ പ്രസിഡന്റായിട്ട് എനിക്ക് പ്രിയങ്ക ഗാന്ധിയുമായി, ഞങ്ങൾക്ക് ഈ ടീമിന് ഞങ്ങൾ 5 പേരും ഞങ്ങൾ ഒന്നിച്ച് പ്രിയങ്ക ഗാന്ധിയുമായിട്ട് 6 പേര്, പ്രിയങ്ക ഗാന്ധി ഞങ്ങൾ ബാക്കി 5 പേര് ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഞങ്ങൾക്ക് 1/2 മണിക്കൂർ നേരം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചായ കുടിച്ച് സൗഹൃദ സംഭാഷണം നടത്താൻ പറ്റി. അപ്പൊ അദ്ദേഹം അവർ പറഞ്ഞതിനോട് സണ്ണി ജോസഫിന് ആൻഡ്രോയുടെ പേരും കൂടി ഉണ്ടായിരുന്നു. ആൻഡ്രോ അറിയണ്ട, പേരും കൂടി ഉണ്ടായിരുന്നു. ആൻഡ്രോയ്ക്ക് വേണ്ടി അവർ പറഞ്ഞു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് I never recommended ആൻഡ്രോ. And I have seen your photo. I thought you are youngster at least in appearance. നിങ്ങളെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ആർക്കും വേണ്ടി പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഫോട്ടോ കണ്ടപ്പോ നിങ്ങൾ ഫോട്ടോയിലെങ്കിലും ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നിയെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. വളരെ വളരെ സാഹോദര്യത്തിന്റെ, നന്മയുടെ, ലാളിത്യത്തിന്റെ, നല്ല ഒരു മനോഭാവത്തിന്റെ ഉടമകളാണ് നമ്മളല്ലാതെ രാജ്യത്തിന് വേറെ മോചനമില്ല. കേരളത്തിലേക്ക് വരുമ്പോ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പിണറായി വിജയന്റെ ഭരണം 4 വർഷം പൂർത്തിയാക്കും. 2ാമത്തെ ഭരണം 4 വർഷം പൂർത്തിയാക്കുമ്പോൾ മുഖ്യമന്ത്രി 100 കോടി രൂപ ചെലവഴിച്ച് അതിന്റെ ആഘോഷം കൊണ്ടാടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ജനപക്ഷത്തിൽ നിന്ന് ചെയ്തു. ഇപ്പൊ ആശാ വർക്കർമാരുടെ സമരം എത്ര നാളായി? 4 മാസം പിന്നിടുകയല്ലേ. 232 രൂപ ദിവസം മേടിക്കുന്ന അവര് അതിൽ 10 രൂപ കൂട്ടി തരണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണീര് കാണാൻ, പ്രയാസം കാണാൻ ഗവൺമെന്റ് തയ്യാറായില്ല. എന്നാൽ PSC ചെയർമാൻ എയർ കണ്ടീഷൻ കാറിൽ പോയി എയർ കണ്ടീഷൻ മുറിയിൽ ഇരുന്ന് അത്യാവശ്യം ഫയൽ നോക്കി ഒപ്പിടുക മാത്രം ചെയ്യുന്ന PSC ചെയർമാന്റെ ശമ്പളം 3 ലക്ഷത്തിൽ നിന്ന് പിണറായി വിജയൻ 4,10,000 ആക്കി വർദ്ധിപ്പിച്ചു. PSC മെമ്പറുടെ ശമ്പളം 2.5 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷമായിട്ട് ഈ സർക്കാരിന്റെ വാർഷികത്തിന് ചെയ്തു കൊടുത്തത്. ആശാവർക്കർമാരുടെ ഈ സമരം, അവരുടെ കണ്ണീര് ഗവൺമെന്റ് അവഗണിക്കുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 4,10,000 4 ലക്ഷമാണ് ശമ്പളം മേടിക്കുന്നത്. അത് പാലിക്കുന്നവർക്ക് രക്ഷയില്ല. പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല. കാർഷിക മേഖല തകർച്ചയിലാണ്. വിലക്കയറ്റം സഹോദരിമാർക്ക് നന്നായിട്ടറിയാം. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. മുട്ടിലഴഞ്ഞ വനിതാ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ട് പരീക്ഷ എഴുതി ടെസ്റ്റ് ജയിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നു. വേക്കൻസി ഉണ്ട്, പക്ഷെ ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പേരാവൂരിലെ പോലീസിൽ വേക്കൻസി ഉണ്ടെങ്കിൽ, പേരാവൂർ ആശുപത്രിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അത് DMO റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ DSP റിപ്പോർട്ട് ചെയ്യണം. തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്ത് PSC അറിയിച്ച് അവരാണ് ഈ പോസ്റ്റിലേക്ക് അവര് അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നത്. അഡ്വൈസ് മെമ്മോ എന്ന് പറയുന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നത്. അത് കൊടുക്കണമെങ്കിൽ ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. തൊഴിലില്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടുന്നു. കേരളത്തിലാണ് ഏറ്റവും പഠിച്ചവർ തൊഴിലില്ലാത്ത ഏറ്റവും ബുദ്ധിമുട്ടുന്ന കേരളത്തിലാണ്. ഏത് നിലയിലെടുത്ത് പരിശോധിച്ചാലും ആളുകൾ പുറത്തേക്ക് പോകുന്നു. ചെറുപ്പക്കാർ ആളുകളില്ല. കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം, കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, അധ്യാപകരില്ല.
അപ്പൊ എല്ലാ കാര്യവും എടുത്ത് പരിശോധിച്ചാലും ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ UDF-ന്റെ ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ആ മടങ്ങിവരവ് വരണമെങ്കിൽ ആദ്യം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്യും. പഞ്ചായത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പേരാവൂർ പഞ്ചായത്തൊക്കെ ജനങ്ങൾക്ക് ഒരു സൗകര്യം ചെയ്യുന്ന ഭരണമല്ല. എന്നോട് LDF-ന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് UDF ഒത്തുപിടിച്ച് നല്ല സ്ഥാനാർത്ഥികളെ നിർണയിച്ച് നല്ല മത്സരം നടത്തി പേരാവൂർ പഞ്ചായത്ത് എങ്ങനെയെങ്കിലും ഒരു നല്ല ഭരണം കൊണ്ടുവരണമെന്ന് എന്നോട് LDF-ന്റെ പ്രമുഖ നേതാക്കന്മാർ, പേരാവൂരുകാരായ പ്രമുഖ നേതാക്കന്മാർ ഇങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം. അത് കഴിഞ്ഞിട്ടാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ്. അതിലും ഈ പിണറായി ഭരണത്തെ അവസാനിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് കോൺഗ്രസിനെ ശക്തമാക്കണം. ഈ പ്രദേശത്ത് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തകരും നേതാക്കന്മാരുമുള്ള പ്രദേശമാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ നന്നായിട്ട് ഏറ്റെടുക്കുന്നു. എന്നെ ഈ പറഞ്ഞ ചുമതലയിലേക്ക് എന്നെ അങ്ങനെ യോഗ്യനാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ്, അതിന്റെ നന്ദി നിങ്ങൾക്കാണ്. എനിക്ക് നൽകുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കുമാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അവരെ ആദരിക്കലാണ്. നമുക്കറിയാം, കണ്ണേട്ട എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട ടി വാസുദേവൻ നായർ കണ്ണേട്ട സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനൊരു പൊന്നാട അണിയിക്കുകയും മൊമെന്റോ കൊടുക്കുകയും ചെയ്യുന്ന കണ്ണേട്ടനെ ക്ഷണിക്കുന്നു. MLA പ്രിയപ്പെട്ട കണ്ണേട്ടൻ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കോൺഗ്രസ് ഇവിടെ നയിച്ച പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് നേതാവുമായിരുന്ന ആളാണ് കണ്ണേട്ടൻ. പ്രിയപ്പെട്ട കണ്ണേട്ടനെ പൊന്നാട അണിയിച്ച് കണ്ണേട്ടൻ നമ്മുടെ ചെറിയൊരു പുരസ്കാരം KPCC പ്രസിഡന്റ് നൽകുന്നു. അടുത്തതായി നമ്മുടെ ചാച്ചൻ തന്നെയാണ്, വർഗീസ് ചിരട്ടുവേൽ. ഞാൻ ഒന്നും പറയുന്നില്ല. അടുത്ത നമുക്കറിയാം, ഒറ്റയ്ക്ക് വളയങ്കാട് മേഖലയിൽ നമ്മുടെ പോസ്റ്റ് ഒട്ടിച്ച് ഈ പ്രായത്തിൽ നടക്കുന്നതാണ് നമ്മുടെ നെച്ചിക്കാട് മുഹമ്മദ് ഖാ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്ത നമ്മുടെ കുഞ്ഞേട്ടനാണ്. നമ്മുടെ മലപ്പുറം കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ. നൂറുദ്ദീൻ സാഹിബിന്റെ കാലം മുതലേ മണത്തറയിലെ കോൺഗ്രസിനെ ധീരമായി നയിച്ച, ഇപ്പോ ചില ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ബാലചന്ദ്രേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ SLC +2 വിജയികളാണ്. ആദരവ് കുട്ടികൾ മുന്നോട്ട് വരണം. അലീന പോൾ SLC ഫുൾ A+. അലീന പോളിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റിൽ നിന്നും മൊമെന്റോ കൈപ്പറ്റാൻ SLC ഫുൾ A+ നേടിയ മെരിസ് മരിയ ജോഷി, മെരിസ് മരിയെ ക്ഷണിക്കുന്നു. +2-ന് A+ നേടി ഉന്നത വിജയം നേടിയ ശ്രീനന്ദ KP, ശ്രീനന്ദ. അതുപോലെ തന്നെ ദിയാസുവിൽ സ്ഥലത്തില്ല, +2-ന് ഫുൾ A+ നേടിയ ചന്ദ്രേട്ടൻ കൈപ്പറ്റാൻ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ ചന്ദ്രേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് SLC ഫുൾ A+ നേടിയ കൃഷ്ണേന്ദുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ SLC ഫുൾ A+ നേടിയ ശോഭിത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
SLC ഫുൾ എ പ്ലസ് ദേവനന്ദയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ SSCക്ക് ഫുൾ എ പ്ലസ് നേടിയ സഹോദരങ്ങളാണ് അനികേതും അമുദയും. അവര് കാഞ്ഞങ്ങാടാണ് അവരുടെ രക്ഷകർത്താക്കൾ വന്നിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ടുപേർക്കും വേണ്ടി രക്ഷകർത്താക്കളെ കൈപ്പറ്റുന്നതാണ്. രണ്ട് മക്കളും എ പ്ലസ് ആണ്. അടുത്ത ആഗ്നസ് മാത്യു ഫുൾ എ പ്ലസ് SSC. ആൻമരിയ പീറ്റർ SLC ഫുൾ എ പ്ലസ്. ആൻമരിയ അല്ല, ഇത് നമ്മുടെ ശിഷ്യ. ഇനി നമ്മൾ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് എത്ര നമ്മുടെ KPC പ്രസിഡന്റ്, നമ്മുടെ മണത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു സമ്മാനം. അത് ഏറ്റുവാങ്ങുന്നത് KPC പ്രസിഡന്റിനോട് അപേക്ഷിക്കുകയാണ്. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു. ജനങ്ങളിൽ നിന്നും അകന്നു പോയതോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതോ തമ്മിലടി കൊണ്ടല്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അതൊരു കാരണവശാലും അംഗീകരിക്കില്ല. ഞാൻ അംഗീകരിക്കത്തില്ല. കാരണം ഞാൻ 40 വർഷമായി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ KSUവിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളെന്നുള്ളതിൽ ഞാൻ ചോദിക്കുക, സജിത, ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ട്? മൊത്തം വോട്ട് നിയമസഭയിൽ എത്ര വോട്ടുണ്ട് അറിയാമോ? മൊത്തം ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാണ്. എത്ര വോട്ടുണ്ടാവും? എക്സാമ്പിൾ പറയുക, ഞാൻ കറക്റ്റാണെന്ന് പറയുന്നില്ല. എന്തായാലും എന്റെ കണക്കൂട്ടിൽ ഒരു 160, 165 ഉറപ്പായിട്ടുണ്ടാവും. ഉറപ്പായിട്ട് കേരളത്തിലെല്ലാം 1,60,60,000. ഞാൻ മണ്ഡലം നോക്കാതെ പറഞ്ഞത്. 1,65,000 വോട്ടുണ്ടാവും. ഇതിൽ ചത്തതും കെട്ടതും ഒക്കെ ആയിട്ട് ഒരു 10-15 വോട്ടങ്ങ് പോകും. വോട്ടർ പട്ടിക പേരുണ്ടെങ്കിൽ പോലും പോയിട്ട് ഒരു 150 ഉണ്ട്. സാധാരണ പോള് ചെയ്യുന്നത് 1,20,000-നും 1,40,000-നും ഇടയ്ക്ക് വോട്ടാണ് മിക്ക സ്ഥലത്തും. ഇപ്പൊ ചില തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ആവേശം വരുമ്പോൾ കൂടുതൽ വോട്ട് ചെയ്തേക്കാം. ഈ 1,20,000 വോട്ട് സണ്ണി ജോസഫ് തേനും പാലും ഒഴുക്കിയാൽ ഈ മുഴുവൻ വോട്ട് നമുക്ക് കിട്ടുമോ? കിട്ടത്തില്ലല്ലോ, കിട്ടത്തില്ല. അതിനപ്പുറത്തില്ലല്ലോ. ഏത് സ്ഥാനാർത്ഥിക്കും, LDFന്റെ സ്ഥാനാർത്ഥിക്കായാലും UDFന്റെ സ്ഥാനാർത്ഥിക്കായാലും ഒരു നിയമസഭാ മണ്ഡലത്തിലെ 1,20,000 വോട്ടുണ്ടെങ്കിൽ ആ 1,20,000 വോട്ട് കിട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അവരെ ഒറ്റുകൊടുക്കാനും കർത്താവിനെ ഒറ്റുകൊടുത്ത പോലെ യൂദാസുമാരുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ബേസ് വോട്ട് എത്രയാണ്? നമ്മൾ തോറ്റാലും ജയിച്ചാലും ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിൽ നമ്മുടെ ഏറ്റവും കുറഞ്ഞ വോട്ട് 2020, 2016, 2011 അതായത് ആര്യാടൻ ഷൗക്കത്ത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ട് 68,573 വോട്ടാണ്. മനസ്സിലായല്ലോ? ഈ വോട്ട് ഈ ഹാളിൽ ഇരിക്കുന്ന ജോസഫ് സാർ പോയി മത്സരിച്ചാലും, തോമസ് മത്സരിച്ചാലും, ഈ പറയുന്ന ഷഫീർ പോയി മത്സരിച്ചാലും, ജോയിസ് മത്സരിച്ചാലും, ഞാൻ പോയി മത്സരിച്ചാലും, ഇവിടെ ഇരിക്കുന്ന ആര് നിന്നാലും ഈ 68,000 വോട്ടുകളുണ്ട്. അതാണ് നമുക്ക് ഇതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട്. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ അല്ല, ആര് നിന്നാലും ആ വോട്ടുണ്ടാവും. 1,40,000 താഴെയാണ് അവിടെ പോൾ ചെയ്തിട്ടുള്ളൂ. അതിന്റെ മുകളിൽ പോൾ ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിലാണ് 1,50,000 വോട്ട് പോൾ ചെയ്തത്. അത് പ്രത്യേക സാഹചര്യമാണ്. മരിച്ചു പണിയെടുത്ത് ബുൾഡോസർ വെച്ച ആളെ കൊണ്ടുവന്നിട്ടാണ്. അവിടെ നമുക്ക് 65,000 വോട്ട് വീടുണ്ടായിരുന്നു പ്രിയങ്കാ ഗാന്ധി. മനസ്സിലായില്ല? അപ്പൊ ഈ 68,000 വോട്ട് എന്ന് പറയുന്നത് ഈ ഹാളിൽ ഇരിക്കുന്ന ആരെ നിർത്തിയാലും കൈപ്പത്തി ചില എഴുതി വെച്ചാൽ കിട്ടുന്ന വോട്ടാണ്. അപ്പൊ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവിടുത്തെ 1.5 ലക്ഷം വോട്ട് കിട്ടാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ട. നമ്മുടെ ആളുകൾ അറിഞ്ഞിരിക്കണം. ഏത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് വാർഡിലാണെങ്കിലും അറിഞ്ഞിരിക്കണം. ഒരു വാർഡിൽ 1000 വോട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഫിക്സഡ് വോട്ട് 400 ആയിരിക്കും, അല്ലെങ്കിൽ 350 ആയിരിക്കും. വോട്ട് 200 വോട്ട് പിടിക്കുന്ന കച്ചവടം, അല്ലെങ്കിൽ 100 വോട്ട് പിടിക്കുന്ന കച്ചവടം തെരഞ്ഞെടുപ്പ് ജയം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പാർട്ടിയെ ഉറപ്പിക്കാൻ കഴിയാതെ പോയത്? അതുകൊണ്ടാണ് തോക്കുന്നത്.
നമുക്ക് എല്ലാ പാർട്ടിയിലുള്ളവരും നമ്മുടെ പാർട്ടി ചേർക്കണം. അവന് ജീവിക്കാൻ ജോലി വേണ്ടെന്ന് ചേട്ടൻ ചോദിച്ചു. പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റ് ജോലി വേണ്ടെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ 1,00,000 വീടും സ്ഥലവും അനുവദിച്ചു കൊടുത്ത അതേ ദിവസം മറ്റൊന്നുകൂടി ചെയ്തു. ഇതേ ആർശങ്കർ എന്താ, അവർക്ക് അല്പം അരിയും അല്പം വെളിച്ചെണ്ണയും അല്പം ഉപ്പും അല്പം മുളകും ഞെരടി പട്ടിണിയില്ലാതെ കഞ്ഞി വെച്ച് കുടിക്കാൻ, ചോറ് വെച്ചെന്ന് ഞാൻ പറയുന്നില്ല, കഞ്ഞി 3 നേരമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നേരമെങ്കിലും കഞ്ഞി വെച്ചു കുടിക്കാൻ വേണ്ടി ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. എന്താണ് ആ സാമ്പത്തിക സഹായം? റേഷനല്ല, പെൻഷൻ, ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷന്റെ പ്രത്യേകത എന്താ? ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സാമ്പത്തികമായി യാതൊരു വരുമാനവുമില്ലാത്ത, ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത, പട്ടിണി അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ സൗജന്യമായി അവരിൽ നിന്നൊന്നും കൈപ്പറ്റാതെ നൽകുന്ന ആനുകൂല്യമാണ് ക്ഷേമ പെൻഷൻ, അല്ലേ? ഇന്ത്യയിൽ ആദ്യമായി, ഇപ്പൊ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ക്ഷേമ പെൻഷൻ. അതിൽ ഇന്ത്യയിൽ ആദ്യമായി പെൻഷൻ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. അത് നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. ഹരിദാസ് ചേട്ടൻ DCC മെമ്പറാണ്, സീനിയറാണ്. തെറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഇനി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുടുംബക്കാരെ കൂടിയിരിക്കുന്നത്. ആ നടപ്പിലാക്കിയ പെൻഷനുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? വിധവാ പെൻഷനുണ്ട്, വിധവ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അസർണർക്കെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പൊ കൂടി വന്നു അങ്ങനത്തെ 4 പെൻഷനാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്നത്. ആ 4 പെൻഷനും നടപ്പിലാക്കിയത് കേരളത്തിലാണ്. പെൻഷൻ എന്ന് പറയുന്നത് ക്ഷേമത്തിന് വേണ്ടി കൊടുത്തതാണ്. നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് സ്ഥലവും വീടും കൊടുത്ത് കോളനിയിൽ താമസിക്കുമ്പോൾ അവർ പട്ടിണി കിടക്കാതിരിക്കാൻ കൊടുത്തതാണ്. ആ 4 പെൻഷൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും പറയാമോ? 4 ഏതൊക്കെയാണ്? വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അത് പറഞ്ഞോട്ടെ, തെറ്റുമല്ല, അതൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഒരു പെൻഷനും കൂടെ ഉണ്ട്. 4 പെൻഷനാണ് നടപ്പിലാക്കിയത്. അല്ല, അവിവാഹിതല്ലതല്ല, നിർമ്മാണ തൊഴിലാളിയല്ല. നിർമ്മാണ തൊഴിലാളി, കെട്ടിട നിർമ്മാണ തൊഴിലാളി, തയ്യൽ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കയർ തൊഴിലാളി, ക്ഷേമനിധികളിൽ നിന്ന് കൊടുക്കുന്ന പെൻഷന് ക്ഷേമ പെൻഷനല്ല, അത് ക്ഷേമനിധി പെൻഷനാണ്. ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ഷേമ പെൻഷൻ നമ്മളൊന്നും അടയ്ക്കാതെ നമുക്ക് തരുന്നതാണ്. ക്ഷേമനിധി പെൻഷൻ സർക്കാരും തൊഴിലുടമയും തൊഴിലാളിയും കൂടി ഒന്നിച്ചടയ്ക്കുന്ന തൊഴിലായ്മ വേതനവും അല്ല. അതിലേക്കൊക്കെ വരാം. ഞാനങ്ങ് പറഞ്ഞേക്കാം, പ്രസിഡന്റ് വരാൻ സമയമായോ? അപ്പം പെട്ടെന്ന് പറഞ്ഞേക്കാം പ്രസിഡന്റ് വരുമെന്നുള്ളത്, കാരണം പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, ക്ഷയരോഗി പെൻഷൻ, 4 പെൻഷനുകളാണ് ഇന്ത്യയിൽ. ക്ഷയരോഗി പെൻഷൻ, അപ്പൊ ഈ 4 പെൻഷനാണ് നമ്മൾ നടപ്പിലാക്കിയത്. ക്ഷയരോഗി പെൻഷൻ. അതിനുശേഷം ഒരുപാട് പെൻഷൻ വന്നു. അതിനുശേഷം വന്നാണ് ഇവിടെ പറഞ്ഞ അവിവാഹിതരായിട്ടുള്ള 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക്, അവരെ വിവാഹം കഴിച്ചയക്കാത്ത ആളുകൾക്ക് അഗതി പെൻഷൻ, അത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ തൊഴിലാത്ത ചെറുപ്പക്കാർ എംപ്ലോയ്മെന്റിൽ പേര് ചെയ്തു കഴിഞ്ഞാൽ ആ ആളുകൾക്ക് തൊഴിലായ്മ വേതനം AK ആന്റണി കൊണ്ടുവന്നതാണ്. പറഞ്ഞാൽ മനസ്സിലായി. അതുപോലെ കർഷകർക്ക് പെൻഷൻ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ്. ക്ഷേമനിധി പെൻഷൻ വേറെയാണ്. അതാണ് ഈ കർഷക തൊഴിലാളി പെൻഷൻ, കയർ തൊഴിലാളി പെൻഷൻ, മത്സ്യത്തൊഴിലാളി പെൻഷൻ, തയ്യൽ തൊഴിലാളി, അതിലേക്ക് കശുവണ്ടി തൊഴിലാളി പെൻഷൻ, അങ്ങനെ പോകും. അത് വേറെ, അത് നമ്മുടെ അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പം ശരിക്കും ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, ക്ഷയരോഗി പെൻഷൻ പണ്ട്, പിന്നീട് കർഷക പെൻഷനും അഗതി പെൻഷനുമാണ് പിന്നീട് വന്നിട്ടുള്ള പെൻഷൻ. അങ്ങനെ 6 പെൻഷനുകളാണ് ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നത്. ആരാ? 4 കൊണ്ടുവന്നത് ആർ ശങ്കർ, 3 കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി. മനസ്സിലായല്ലോ? നമ്മൾ സഹായിച്ചു. അപ്പൊ ചോദിക്കാൻ വേണമെങ്കിൽ ഈ പറയുന്ന അന്നത്തെ കാലത്ത് ഇപ്പോഴാണ് 1600 രൂപ പെൻഷൻ ആയത്. ഇപ്പോഴെന്ന് പറയാൻ ഉമ്മൻചാണ്ടി 1600 ആക്കിയിട്ടാണ് പോയത്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നിർത്തണോ ഞാൻ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ സ്ഥലം കൊണ്ടും വീട് കൊണ്ടും ഈ പെൻഷൻ കൊണ്ടും മാത്രം നിങ്ങളുടെ എല്ലാം കണ്ണിലുണ്ടിയാണ് കടന്നു വരുന്നത്. പുറത്തുനിന്ന് വന്നാൽ ഞാൻ വന്നിട്ട് ഒരു വരത്തൻ വന്നിട്ട് വായ്പത്തെ കാര്യമില്ലാതെ എനിക്ക് അറിയാം. എങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ചൈതന്യമായി
ഏറ്റവും സാംസ്കാരിക ഔന്നത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് മുന്നണിയിലും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും മാന്യമുഖം ഏത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയും കേരളത്തിലെ CPM ആവട്ടെ, CPI ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, നമ്മളോടൊപ്പമുള്ള ഘടകകക്ഷികളാകട്ടെ, അതിലൊന്നാമത്തെ മാന്യനായ, ശുദ്ധിയുള്ള, ശരിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, വിനയത്തോടുകൂടി ആളുകളോട് ഇടപെടാൻ കഴിയുന്ന, അറിവും പ്രൗഢിയും സംസ്കാരവും വാക്കിലും പ്രവൃത്തിയിലും കാത്തുസൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയെ നയിക്കുന്നുള്ളൂ. ആ പാർട്ടിയുടെ നേതാവിന്റെ പേര് നിങ്ങളുടെ MLA-യുടെ പേരാണ് ശ്രീ സണ്ണി ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം, ഞാൻ ബൈജു മാസ്റ്ററിനോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് KPC പ്രസിഡന്റ് എന്നുള്ള പേരിൽ യോഗത്തിലൂടെ വരുന്നത് എന്ന് പറഞ്ഞു. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പരിപാടികളുണ്ടെന്നറിയാം. ഞാൻ 2-3 വരി എടുക്കുന്നതിന് കുഴപ്പമില്ല. 2-3 വരി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പെൻഷന്റെ കാര്യം പറഞ്ഞു. റേഷൻ വിതരണ സമ്പ്രദായം, ഇന്ത്യയിൽ പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. എത്ര റേഷൻ കാർഡുണ്ട്? എത്ര ടൈപ്പ് റേഷൻ കാർഡുണ്ട്? 4. ഏതൊക്കെ കളറാണ്? വെള്ള, നീല, മഞ്ഞ, പിങ്ക്. റോസ് എന്ന് പറഞ്ഞാൽ പിങ്ക്. ഓക്കെ. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഉള്ള കാർഡിന്റെ കളർ എന്താ? മഞ്ഞ. മഞ്ഞ കാർഡുള്ള ആളുകൾക്ക് എന്ത് കിട്ടും? 25 എന്ന് പറയുന്ന റേഷൻ കടക്കാരന്റെ കാലിൽ മുട്ടും ഞാൻ തല്ലി ഓടിക്കും. 30 കിലോ അരിയും 5 കിലോ മറ്റു ധാന്യങ്ങൾ, ആട്ട അടക്കമുള്ള കാര്യങ്ങൾ കിട്ടും. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ എത്ര കിലോ അരി വേണം? 4 പേരുള്ള ഒരു വീട്ടിൽ ഒരു ദിവസം എത്ര കിലോ അരി വേണം? 1 കിലോ അരി. 30 ദിവസം ഓരോ കിലോ അരി കഴിക്കാനും 5 കിലോ വിരുന്നക്കാർക്ക് കൊടുക്കാനും കഴിയുന്ന അവസ്ഥ 10 പൈസ കൊടുക്കാതെ ഇന്ത്യ മുഴുവനുള്ള പട്ടിണിക്കാർക്ക് കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയിൽ പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവന്ന പാർട്ടി. നമ്മൾ അവിടെ നിന്നും ഇനി ഇങ്ങോട്ട് പറഞ്ഞു പോന്നാൽ പ്രസിഡന്റിന് ഒരുപാട് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല.